ഹായ് ഓൾ. അപ്പൊ നമ്മള് ഇതിന് മുന്നത്തെ അതായത് പാർട്ട് 2 നോക്കിയത് സോൾ പ്രൊപ്രൈറ്ററുടെ അക്കൗണ്ട്സും എന്താണ് സോൾ പ്രൊപ്രൈറ്റർ എന്നൊക്കെയാണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ തേർഡ് പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചും അതിന്റെ അക്കൗണ്ട്സിനെ കുറിച്ചുമാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ട്സ് ആണ്. ഇതിനെ മാത്രം ഫുൾ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ. Indian Partnership Act 1932 Section 4 പ്രകാരം a partnership is a business carried on by two or more persons who agree to share profit and losses of the business. It is a relation between a person who have agreed to share the profit of a business carried on by all or any of them for all. രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് തുടങ്ങുന്ന ബിസിനസ്സാണ്. അവര് പാർട്ട്നേഴ്സ് ആയിട്ട് തുടങ്ങുന്ന ബിസിനസ്സാണ്. അവര് എഗ്രി ചെയ്യും ഒരു നിശ്ചിത റേഷ്യോയില് പ്രോഫിറ്റ് വരുന്നത് അല്ലെങ്കിൽ ലോസ് വരുന്നത് ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് പോലെ തുടങ്ങുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതില് മിനിമം പാർട്ട്ണർഷിപ്പിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം മിനിമം മാക്സിമം നമ്പേഴ്സ് ആണ്. ആദ്യമായിട്ട് മിനിമം 2 പിന്നീട് അത് മിനിമം 2 മാക്സിമം ആദ്യം 100 മാക്സിമം തുടങ്ങാൻ പറ്റുന്ന ആളുകള്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 പ്രകാരം അത് 100 ആയിരുന്നു. അതിനുശേഷം 2014 റൂള് പ്രകാരം അത് വീണ്ടും 50 ആയിട്ടുണ്ട്. സോ അറ്റ് എൻഡ് ഒരു പാർട്ട്ണർഷിപ്പില് ഉൾക്കൊള്ളാവുന്ന പാർട്ട്ണറുടെ മിനിമം എണ്ണം 2 മാക്സിമം എണ്ണം 50 ആണ്. 50 പേരും മാക്സിമം പാർട്ട്നേഴ്സ് ആവാം ഒരു കമ്പനിയിൽ. ഓക്കെ. പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, സ്കിൽ ഓർ ബോത്ത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരും, അതുപോലെ സ്കില്ല് കൊണ്ടുവരും, ചിലപ്പോൾ രണ്ടും കൊണ്ടുവരും. ഇനി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരുന്ന പാർട്ട്നേഴ്സും ഉണ്ട്. ഇപ്പൊ സ്കില്ലില്ലാത്ത പാർട്ട്നേഴ്സ് വേണമെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത പാർട്ട്ണർ ആവാം, നോമിനൽ പാർട്ട്ണർ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പാർട്ട്ണർ. അങ്ങനെയൊക്കെ പല പാർട്ട്നേഴ്സ് നമ്മൾ +2 ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടേക്കൊന്നും പോണ്ട, ജസ്റ്റ് ഓർത്താൽ മതി. പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ, സ്കിൽ ഓർ ബോത്ത്. ഇനി ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. പാർട്ട്നേഴ്സിന്റെ ഫസ്റ്റ് ഫീച്ചർ ആണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓറലോ റിട്ടണോ ആവാം. വെറുതെ വായ കൊണ്ട് പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ എഴുതപ്പെട്ടതോ ആയ എഗ്രിമെന്റ് ആവാം. ഇതില് എഴുതപ്പെട്ട എഗ്രിമെന്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമുക്ക് എവിഡൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ചിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൊടുത്തിട്ടുണ്ടാവും, ഇത്ര റേഷ്യോയിൽ ഞങ്ങൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം. പക്ഷെ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ട് കേസ് കൊടുക്കാൻ ഒരാളെങ്കിൽ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് കാണിച്ചിട്ട് അതൊരു എവിഡൻസ് ആയി കാണിച്ചിട്ട് കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ഷെയറിങ് എല്ലാം. അതുപോലെ ഓറൽ ആയിട്ടുള്ളത് ഒരു ഇല്ലീഗൽ അല്ലെങ്കിലും, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഓറൽ ആയിട്ടുള്ളത് ലീഗലാണ്. ബട്ട് നമുക്ക് കോർട്ടിൽ എവിഡൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്തതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യും. അതിന്റെ റേഷ്യോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ല അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഈക്വൽ റേഷ്യോയിലായിരിക്കും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്യാം. അടുത്തതാണ് മ്യൂച്വൽ ഏജൻസി. എവ്രി പാർട്ട്ണർ ഇസ് ബോത്ത് ആൻ ഏജന്റ് ആൻഡ് എ പ്രിൻസിപ്പൽ. ഒരു പാർട്ട്ണർ ഒരു ഏജന്റ് ആയിട്ടും ഒരു പ്രിൻസിപ്പൾ ആയിട്ടും ആക്ട് ചെയ്യും. അടുത്തതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇത് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പറഞ്ഞ പോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ്സ് പേ ചെയ്യാം, എന്തെങ്കിലും കടം വരുമ്പോഴൊക്കെ. പിന്നെ ലിമിറ്റഡ് മെമ്പേഴ്സ് ഞാൻ പറഞ്ഞു, മിനിമം 2 മാക്സിമം 50 ആണ്. കണ്ടിന്യൂറ്റി മീൻസ് പാർട്ട്ണർഷിപ്പ് എൻഡ്സ് ഓൺ ഡെത്ത്, ഇൻസോൾവൻസി ഓർ റിട്ടയർമെന്റ് അൺലെസ് എഗ്രിമെന്റ് സ്റ്റേറ്റ് അതർവൈസ്. പാർട്ട്ണറിന്റെ മരണമോ അല്ലെങ്കിൽ പാർട്ട്ണർ പാപ്പരാവുകയോ അല്ലെങ്കിൽ പാർട്ട്ണറിനെ റിട്ടയർ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിന്റെ ആ ഒരു കമ്പനി
ഡിസോൾവ് ചെയ്യാതെ തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് അവിടുന്ന് പിൻവാങ്ങാം. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ പ്രത്യേകം പ്രൊവിഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? മെയിൻ ആയിട്ട് റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ് ഓഫ് എ പാർട്ട്ണർ ആണ് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവുക. അതുപോലെ ക്യാപിറ്റൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഓരോ പാർട്ട്ണറും ഒരു പാർട്ട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ അവരവരുടേതായിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും, പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോണ്, ഡ്രോയിങ്സ്, ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ എത്ര പെർസെൻറ്റേജ് ആയിട്ട് വേണം, ഏത് റേഷ്യോയിൽ വേണം എന്നുള്ളതൊക്കെ ഡീഡിലുണ്ടാവും. അതുപോലെ പാർട്ട്നേഴ്സിന് സാലറി ആയിട്ടാണ് എമൗണ്ട്, പ്രോഫിറ്റ് അല്ലാതെയുള്ള എമൗണ്ട് മന്ത്ലി ഒക്കെ കിട്ടുക, സാലറി അല്ലെങ്കിൽ കമ്മീഷൻ. അത് എത്ര വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിലുണ്ടാവും. അതുപോലെ അഡ്മിഷൻ ഓർ റിട്ടയർമെന്റ് റൂൾസ്, അതായത് ഒരു പാർട്ട്ണർ പുതുതായിട്ട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നത്, ഇതെല്ലാം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അടുത്തതാണ് പാർട്ട്ണറുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. There are two methods of maintaining capital account: fixed capital account and fluctuating capital account. Okay. Fixed capital method, capital balance remain constant unless additional capital introduced or withdrawn. ക്യാപിറ്റൽ ബാലൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ക്യാപിറ്റൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ആ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ മെയിൻ ആയിട്ട് ഫിക്സഡ് ബാലൻസസ് ആണ് ഉണ്ടായിരിക്കുക. കറന്റ് അക്കൗണ്ടിൽ റെക്കോർഡ്സ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ്, സാലറി, അതുപോലെ കറന്റ് ആയിട്ടുള്ള കുറച്ചു കാലത്തേക്കുള്ള ആ ഒരു ട്രാൻസാക്ഷൻസ് ആണ് കറന്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബാലൻസ് ഫ്രീക്വന്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഡ്രോയിങ്സും ഇൻട്രസ്റ്റും സാലറിയും ഒക്കെ സെയിം ഒരൊറ്റ അക്കൗണ്ടിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട്. അടുത്തത് പറയുന്നത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ടുമായിട്ട് ഏകദേശം സിമിലർ ആയിരിക്കും. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ അതിന്റെ ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മളിപ്പം കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് ഇയറിലിടുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ആ എമൗണ്ട് ബാലൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇതിന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ആ പാർട്ട്ണർഷിപ്പിന്റെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ക്യാപിറ്റലിന്റെ അളവ് കൂട്ടുന്നത് ക്രെഡിറ്റ് സൈഡിലും ക്യാപിറ്റലിന്റെ അളവ് കുറയ്ക്കുന്നത് ഡെബിറ്റ് സൈഡിലും ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ് എന്ന് പറയാം. ഇപ്പം പാർട്ട്ണറുടെ സാലറി കൊടുത്തു. പാർട്ട്ണറുടെ സാലറി കൊടുക്കുമ്പോൾ എന്താണ്, പാർട്ട്ണർക്ക് പൈസ കൂടുകയാണ്, അപ്പൊ ക്യാപിറ്റൽ കൂടുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യും, അത് പൈസ കൂടുന്നതായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ഇഫ് ഡീഡ് പ്രൊവൈഡ്. ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പാർട്ട്ണറുടെ സാലറി ഓർ കമ്മീഷൻ ട്രീറ്റഡ് ആസ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ്ഡ് ഫ്രം പാർട്ട്നേഴ്സ് ഫോർ വിഡ്രോയിങ് മണി. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്ണർ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ലോണിന്റെ പെർസെൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 6% ആണ് കൊടുക്കുക. ഇഫ് ഡീഡിൽ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എത്രയാണോ അവിടെ പറയുന്നത് ആ പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ട്ണറിലേക്ക് നിന്ന് വാങ്ങാം. അതുപോലെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞു. പ്രോഫിറ്റ് ഷെയറിംഗ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈക്വലി ഷെയർ ചെയ്യും. സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ എന്താണോ സ്പെസിഫൈ ചെയ്തത് അതിനനുസരിച്ച് ഷെയർ ചെയ്യും. ഇനി പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്ണർ ആണ്. സോൾ ട്രേഡറിന്റെ പോലെ തന്നെ, പക്ഷെ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടും ഉണ്ടായിരിക്കും. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഇനി നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രോ ഡൗൺ ചെയ്യും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കും. അതുപോലെ അതിൽ നിന്ന് സാലറി കമ്മീഷനും ഒക്കെ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളത് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആണ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ട് ഇൻ റേഷ്യോ. ഇതിന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ബാലൻസ് ആണ് പാർട്ട്നേഴ്സിന്റെ പേഴ്സണൽ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ഡീഡിൽ പറഞ്ഞിട്ടുള്ള റേഷ്യോയിലായിരിക്കും. ഇഫ് ഡീഡിൽ മെൻഷൻഡ് അല്ലെങ്കിൽ ഈക്വലി നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ബാലൻസ് ഷീറ്റ് ഷോസ് ഫിനാൻഷ്യൽ പൊസിഷൻ, അത് ഓൾറെഡി അറിയാം. ബാലൻസ് ഷീറ്റ് എന്താണ്, എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ. ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്ട്ണറുടെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ആഡ് ചെയ്യുക, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലെ ചേഞ്ചസ് വരാം. എന്തൊക്കെ കൊണ്ടാണ്? പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ആവുമ്പോൾ, അതുപോലെ പഴയ പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ. ഇതിൽ പുതിയ പാർട്ട്ണർ വരുമ്പോൾ ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടിട്ടാണ് പുതിയ പാർട്ട്ണർ വരിക. അതുപോലെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പാർട്ട്ണറുടെ ഷെയറിൽ സെറ്റിൽ ചെയ്ത് വേണം അവര് റിട്ടയർ ചെയ്യാൻ. അതുപോലെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പറയുന്നത് റിവാലുവേഷൻ ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റീസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരാൻ ഇപ്പോൾ പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഗുഡ്വിൽ കൊണ്ടിട്ടാണ് വരിക. അതുപോലെ അസറ്റില് ആ സമയത്ത് റിവാല്യൂ ചെയ്യും, ലയബിലിറ്റി റിവാല്യൂ ചെയ്യും. എന്നിട്ട് പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. കാരണം നമ്മുടെ പഴയ പാർട്ട്ണറുടെ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതെല്ലാം കാൽക്കുലേഷന്റെ പാട്ടെല്ലാം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇതാക്കാം. ഇപ്പൊ നമുക്ക് തിയറി നോക്കാം. ഇനി ഗുഡ്വിൽ ഇൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ഓഫ് എ ബിസിനസ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, കാണാനോ തൊടാനോ പറ്റാത്തൊരു സാധനം. അതുപോലെ ഗുഡ്വിൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഏർണിംഗ് കപ്പാസിറ്റിനെയും പറയും. ഓക്കെ. ഇനി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഈ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പാർട്ട്ണറുടെ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ആ ടൈമുകളിലായിരിക്കും ഗുഡ്വില്ലിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗുഡ്വില്ല് വാല്യൂ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട്ണർഷിപ്പ് മേ ബി ഡിസോൾവ് ഡ്യൂ ടു മ്യൂച്വൽ എഗ്രിമെന്റ്, എക്സ്പയറി ഓഫ് ടേം, ഇൻസോൾവൻസി ഓർ കോർട്ട് ഓർഡർ. അതായത് മ്യൂച്വൽ എഗ്രിമെന്റിൽ ഇനിയിപ്പോ പാർട്ട്നേഴ്സിനൊക്കെ തോന്നുകയാണ് ഇനിയിപ്പോ നിർത്താം, ഇനിയിപ്പോ അവർക്ക് ഒന്നെങ്കിൽ സമയമില്ല അല്ലെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിർത്താന്ന് പറയാണ്. പിന്നെ ചില പാർട്ട്ണർഷിപ്പ് ടേം ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ടേം കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാണ് നോർമലി ചെയ്യുക. അപ്പൊ ആ ടേം എത്തുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ ഇൻസോൾവൻസി, പാർട്ട്നേഴ്സിന്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടാവുകയാണ്, അതുകൊണ്ട് ലാഭമില്ല, ഫുള്ള് നഷ്ടം വരികയാണ്, പാപ്പരാവാണെങ്കിൽ അങ്ങനെ നിർത്താം. പിന്നെ കോർട്ട് ഓർഡർ പറയുന്നത് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ആ പാർട്ട്ണർഷിപ്പിൽ നടക്കുകയാണ്, എന്തെങ്കിലും അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ കോർട്ട് ഇടപെട്ട് ആ ഒരു കമ്പനി ഫ്രീസ് ചെയ്യാം, അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ നടത്താം. അതുപോലെ ഇനിയിപ്പോ പാർട്ട്ണർഷിപ്പ് ഡിസൊല്യൂഷന്റെ ടൈമിൽ ആദ്യം നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത് ലയബിലിറ്റി ആണ്. അതായത് പുറത്തുള്ള ലയബിലിറ്റി, നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അകത്തല്ലാതെ പുറത്ത് ആർക്കെങ്കിലും കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ്.
അത് കഴിഞ്ഞിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അസറ്റുകളെല്ലാം ലയബിലിറ്റി എല്ലാം റിയലൈസ് ചെയ്യണം. ബാലൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പാർട്ട്നേഴ്സ്. അങ്ങനെയാണ് പറയുന്നത്. ഇനി അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണറും ഒരു ഓൾറെഡി ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. ഈ അഡ്മിഷന്റെ സമയത്ത് ഒരാളെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാ പാർട്ട്നേഴ്സിന്റെയും ഒരു കൺസെന്റ് വേണം. അല്ലെങ്കിൽ പിന്നെ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവണം ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പാർട്ട്ണർ ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരും. ഇനി പുതിയ പാർട്ട്ണറുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബിസിനസ്, റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രോഫിറ്റ് ഷെയർ ചെയ്യുക, അതുപോലെ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതുപോലെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആക്സസ് ഉണ്ടായിരിക്കുക. ഇതൊക്കെയുള്ള ആക്സസ് റൈറ്റ് പുതിയ പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കും. ഇനി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് അറ്റ് അഡ്മിഷൻ. പുതിയ അഡ്മിഷന്റെ സമയത്തുള്ള അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ചേഞ്ചസ് ആഫ്റ്റർ അഡ്മിഷൻ. പണ്ട് ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പുതിയ ആൾ വരുമ്പോൾ എന്തായാലും ആ ഒരു ഷെയറിംഗ് റേഷ്യോ മാറും. ഫോർമുല ഡിപ്പെൻഡ്സ് ഓൺ സാക്രിഫൈസ് ഓർ ഗെയിൻ എഗ്രീഡ്. അതായത് പുതിയ ആള് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിനനുസരിച്ചിരിക്കും അവരുടെ സാക്രിഫൈസിങ് ഓർ ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്ണർ സാക്രിഫൈസ് പാർട്ട് ഓഫ് ദർ ഷെയർ ഇൻ ഫേവർ ഓഫ് എ ന്യൂ പാർട്ട്ണർ. പഴയ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഷെയർ ആണ് ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അതാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ സമയത്താണ് ഈ സാക്രിഫൈസിങ് റേഷ്യോനെ സാക്രിഫൈസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. പഴയ പാർട്ട്ണറുടെ സാക്രിഫൈസിങ് റേഷ്യോയില് അത് പഴയ പാർട്ട്ണറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇഫ് ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഗുഡ്വിൽ ക്രെഡിറ്റ് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ഇൻ ദർ സാക്രിഫൈസിങ് റേഷ്യോ. അവരുടെ സാക്രിഫൈസിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗുഡ്വിൽ എമൗണ്ട് പഴയ പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിങ് റേഷ്യോയില് ആ ഒരു റേഷ്യോയില് ക്രെഡിറ്റ് ചെയ്യും. ഇനി ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ് പ്രിപ്പയർ ടു ഷോ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം റീവാലുവേഷൻ. അതുപോലെ അതിന് കിട്ടിയ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. അതായത് റീവാല്യൂ ചെയ്താൽ പിന്നെ പുതിയതായല്ലോ. പഴയതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസ് പഴയ പാർട്ട്നേഴ്സിന്റെ പഴയ റേഷ്യോയില് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ്, ജനറൽ റിസർവ്, P&L ബാലൻസ് എക്സെട്ര ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ഇൻ ഓൾ റേഷ്യോ. അതായത് പുതിയ പാർട്ട്ണർ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റീവാല്യൂ ചെയ്തിട്ട് ഓൾ പാർട്ട്നേഴ്സിന്റെ ഓൾ റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചില സമയത്ത് അത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അത് പുതിയ വരുന്ന പാർട്ട്ണറുടെ ഇതിനനുസരിച്ചിരിക്കും. ഇനി റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ മേ റിട്ടയർ വിത്ത് കൺസെന്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ഓർ ആസ് പെർ ഡീഡ് പ്രൊവിഷൻ ഓർ ബൈ നോട്ടീസ് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ചിലപ്പം ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് പ്രകാരം അതുപോലെ അല്ലെങ്കിൽ ഡീഡിൽ ഇത്ര വയസ്സ് വരെ പാർട്ട്ണർഷിപ്പിൽ കൂടിക്കോളാം എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ബൈ നോട്ടീസ് ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, അവരുടെ സ്വയം വില്ല് പ്രകാരം ആയിരിക്കാം. ഇനി അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട്നേഴ്സ് ഷെയർ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ, അങ്ങനെയാണ്. ഈ റിമൈനിങ് പാർട്ട്ണറിന്റെ ഷെയർ ആണ് റിട്ടയറിംഗ് പാർട്ട്ണറിന്റെയും ഷെയർ. ഇഫ് നോ ഇൻഫോ അസ്യൂം ദേ ഗെയിൻ ഇൻ ഓൾഡ് റേഷ്യോ. അതിൽ ഇൻഫോ ഇല്ലെങ്കിൽ അവര് ഗെയിൻ ചെയ്തത് ഓൾഡ് റേഷ്യോയിലായിരിക്കും. ഇനി ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ദ റേഷ്യോ ഇൻ വിച്ച് റിമൈനിങ് പാർട്ട്നേഴ്സ് അക്വയർ ദ ഷെയർ ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു
ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. യൂസ്ഡ് ഫോർ ഗുഡ്വിൽ അഡ്ജസ്റ്റ്മെന്റ്, ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. റിട്ടയറിംഗ് പാർട്ട്ണർ കോമ്പൻസേറ്റഡ് ഫോർ ഗുഡ്വിൽ ഷെയർ. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ ഡെബിറ്റഡ്. റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റർ. അതായത് ഗുഡ്വില് അതിൽ നിന്ന് കിട്ടുന്ന ഗുഡ്വിലാണ് റിട്ടയറിംഗ് പാർട്ട്ണറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അത് ഗെയിനിങ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ട് റിട്ടയറിംഗ് പാർട്ട്ണറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക ഗെയിനിങ് റേഷ്യോയിൽ. ഇനി റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ടു റെക്കോർഡ് എനി അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ ബിഫോർ റിട്ടയർമെന്റ്. അതാണ് അങ്ങനെ പറയുന്നത്. റിവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ഓൾ പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. അതൊക്കെ അതേപോലെ തന്നെയാണ്. അതുപോലെ സെറ്റിൽമെന്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ബാലൻസ് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ട്ണർ ഈസ് സെറ്റിൽഡ് ബൈ immediate payment in cash or transfer to retiring partner's loan account to be paid. ഇതിപ്പം ബാലൻസ് വരുന്ന എമൗണ്ട് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ആയിട്ട് റിട്ടയറിംഗ് പാർട്ട്ണർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പിന്നെ കൊടുക്കാം വിത്ത് ഇൻട്രസ്റ്റ്, പിന്നെ കൊടുക്കാം. ഇവരുടെ ഇതിനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കോളാം എന്നുള്ള ഇതിൽ റിട്ടയറിംഗ് പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർ. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ റിലേഷൻഷിപ്പ് എമംഗ് പാർട്ട്നേഴ്സ്, ബിസിനസ് കണ്ടിന്യൂസ്. അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ബിസിനസ്. നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ ഇത് രണ്ടും അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഫേം സ്റ്റോപ്പ് എക്സിസ്റ്റിംഗ്, അതായത് കമ്പനി നിർത്തുക, പാർട്ട്ണർഷിപ്പ് ഫേം നിർത്തുക, അതാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ. വിത്തൗട്ട് കോർട്ട് ഇന്റർവെൻഷൻ, അതായത് കോടതി ഇടപെടാതെ നിർത്തുന്നതാണ്. ഒന്ന് പാർട്ട്ണർ മ്യൂച്വലി എഗ്രി ചെയ്യുക, ഒന്ന് ബിസിനസ്സില് അൺലോഫുൾ ആയിട്ട് നടത്തിയിട്ട് പാർട്ട്നേഴ്സ് പാപ്പരാവുക. അതുപോലെ എക്സ്പയറി ടൈം, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് പ്രൊജക്ട്, അല്ലെങ്കിൽ ഡെത്തോ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിസൊല്യൂഷൻ ആവാം. അതുപോലെ അല്ലെങ്കിൽ പിന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം അത് ഡിസോൾവ് ചെയ്യാം. ഇനിയിപ്പോ കോടതി ഇടപെട്ടിട്ടാണെങ്കിൽ അവരുടെ മിസ്കണ്ടക്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലോസ്, എഗ്രിമെന്റ് ബ്രീച്ച്, അല്ലെങ്കിൽ ഇൻസേനിറ്റി, അതായത് പാർട്ട്ണർക്ക് എന്തെങ്കിലും മെന്റലി എന്തെങ്കിലും പ്രോബ്ലം വരിക, അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് ഡിസൊല്യൂഷൻ ആവാം. ഇനി ഈ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓൺ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്, when a firm dissolves, the following steps are followed. ആദ്യം ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. ഓൾ അസറ്റ്സ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ബുക്ക് വാല്യൂ. ക്യാഷ്, ഫിക്ടീഷ്യസ് അസറ്റ്, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, ഇതൊഴിച്ചുള്ള ബാക്കി എല്ലാ അസറ്റും റിയലൈസേഷൻ അക്കൗണ്ടിൽ ബുക്ക് വാല്യൂല് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റിയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ സെയിൽ ഓഫ് അസറ്റ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ലയബിലിറ്റീസ്. അസറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ക്രെഡിറ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ലയബിലിറ്റി പേ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ക്രെഡിറ്റഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അതുപോലെ റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്നതിനാണെങ്കിൽ റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് റിസർവ്സ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ബാലൻസ്. അതുപോലെ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ലയബിലിറ്റി ആദ്യം ഓർഡറിൽ സെറ്റിൽ ചെയ്യണം, പിന്നെ പാർട്ട്നേഴ്സിന്റെ ലോണ്, പിന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റല്, ബാക്കി വരുന്ന സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഷെയർ അമംഗ് പാർട്ട്നേഴ്സ്. ഈ ഓർഡറിൽ വേണം നമ്മൾ സെറ്റിൽമെന്റ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാൻ. ഇനി റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസറ്റ് ട്രാൻസ്ഫർ ആയത്, ടു എക്സ്പെൻസസ് റിയലൈസ് ചെയ്തത്, ക്യാഷ് ലയബിലിറ്റി പേ ചെയ്തത്, അതുപോലെ ലയബിലിറ്റി ട്രാൻസ്ഫർ ആയത്, ക്യാഷിന്റെ അസറ്റ് റിയലൈസ് ചെയ്തത്, അതുപോലെ ക്യാഷ് ലയബിലിറ്റി സെറ്റിൽ ചെയ്തത്, അതുപോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും ബാലൻസ് ക്രെഡിറ്റ്, ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലോസ്, ഡെബിറ്റ് സൈഡ് ബാലൻസ് ആയിരിക്കും.
ഇനി പാർട്ട്നേഴ്സ് അക്കൗണ്ടിൽ പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്നേഴ്സ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഇൻ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോയില് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇനി ലോസ് ആണെങ്കിൽ ഓൾഡ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യുക. ഇതൊക്കെ എക്സാമിന് വന്നേക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട്നേഴ്സ് റിയലൈസേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ എന്നൊക്കെ ചെയ്തിട്ട് ചോദിക്കുന്നത്. അതുപോലെ ഫൈനൽ പേയ്മെന്റ് ക്യാഷ് ഓർ ബാങ്ക് ആയിട്ട് വേണം എല്ലാവർക്കും സെറ്റിൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. ഇനി റിയലൈസേഷൻ അക്കൗണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ തന്നെ അത്യാവശ്യം പാർട്ട്ണർഷിപ്പിന്റെ കുറെ ആയി. എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.